മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ആണ്ടുവട്ടം 19-ാം ഞായർ. ഒന്നാം വായന രാജാക്കന്മാർ 1-ാം പുസ്തകത്തിൽ നിന്ന് അധ്യായം 19. രണ്ടാം വായന വിശുദ്ധ പൗലോസ് എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 4. വർദ്ധിക്കേണ്ട തിന്മകൾ, ക്രിസ്തുവിൽ നവജീവിതം. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റേത് അധ്യായം 6, വാക്യങ്ങൾ 41 മുതൽ 51 വരെ. ജീവൻ്റെ അപ്പം. അടിസ്ഥാനപരമായ ചോദ്യം ഒന്ന് മാത്രമാണ്: നസറത്തിലെ യേശു ആരാണ്? അത് ജീവൻ്റെ അപ്പമാണ്, നിത്യജീവനാണ്. ദൈവജീവൻ നൽകുന്ന അപ്പമാണെങ്കിൽ അതിനർത്ഥം മനുഷ്യരിൽ, സാഹചര്യങ്ങളിൽ, ചരിത്രത്തിൽ മറിഞ്ഞിരിക്കുന്ന അവതാരമാണെന്നാണ്. അൾത്താരയിലെ അപ്പത്തിൽ നമ്മൾ ദൈവത്തെ കാണുന്നില്ല, പക്ഷേ തിരിച്ചറിയുന്നുണ്ട്. അതിനർത്ഥം കാഴ്ചയിൽ നിറയുന്നവനല്ല ദൈവം, കാഴ്ചയിൽ തിരിച്ചറിയേണ്ടവനാണ്. ഈ ദൈവം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനല്ല, പങ്കുവയ്ക്കുന്നവനാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകുവാൻ 5 അപ്പവും 2 മീനും നമ്മളിൽ നിന്നും അവൻ ആവശ്യപ്പെടുന്നത്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചവനല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. ഈ ആകർഷണമാണ് ക്രൈസ്തവതയുടെ അടിത്തറ. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, നമ്മളല്ല. ദൈവമാണ് നമ്മെ വിശ്വസിപ്പിക്കുന്നതും സ്നേഹിക്കുന്നതും. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ ആകർഷണം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുവിലുള്ള വിശ്വാസമാണ് നിത്യജീവൻ്റെ അടിസ്ഥാനം. വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടായിരിക്കുമെന്നല്ല, നിത്യജീവൻ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഇത് ഭാവിയിലേക്കുള്ള വാഗ്ദാനമല്ല, വർത്തമാനമാണ്. വിശ്വസിക്കുന്നവന്, അതായത് വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ജീവിക്കുന്ന അപ്പമാകുവാൻ, ഇല്ലാതാകാൻ നമുക്ക് പരിശ്രമിക്കാം. അത് ലൂക്കായുടെ സുവിശേഷം 24:35 വാക്യത്തിൽ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളും ജീവിതങ്ങളും തുറക്കട്ടെ. അപ്പമാകുവാൻ, അനേകർക്ക്, കൂടെയുള്ളവർക്ക് ജീവൻ നൽകുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് നിരന്തരമായ വിശുദ്ധ കുർബാന പങ്കെടുക്കലും വിശുദ്ധ കുർബാന സ്വീകരണവും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ അടുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.